അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 22-ാമത്തെ ജുസ്, സൂറത്തുൽ അഹ്സാബിലെ 6 പേജ്, സൂറത്ത് സബ, ഫാത്തിർ, യാസീൻ്റെ തുടക്കത്തിൽ 1.5 പേജ്. യാസീൻ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ജുസിൽ വിവരിക്കാം. സൂറത്തുൽ അഹ്സാബിലെ 6 പേജിൽ ഇവിടെ ഈ ജുസിലുള്ള ഭാഗം എന്ന് വെച്ചാൽ, ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബം അഹ്ലു ബൈത്തിന് അള്ളാഹു തആല കൊടുത്ത ഉപദേശമാണ്. ഖൈബറിലെ വലിയ വിജയങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് മദീനയിൽ നല്ല സുഭിക്ഷമായ സൗകര്യങ്ങളൊക്കെ വന്നപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ സ്വാഭാവികമായിട്ടും കുറച്ച് വിശാലത ആഗ്രഹിച്ചു. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ തങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത വഴി ബാക്കിയുള്ളവർക്ക് എല്ലാ സൗകര്യങ്ങളൊക്കെ വീതിച്ചു കൊടുക്കുമ്പോഴും തങ്ങൾ ദുനിയാവിൽ സുഹദ് എന്ന് പറഞ്ഞാൽ പരിത്യാഗം എന്ന് പറയും, ആഖിറത്തെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ജീവിതമാണ് തങ്ങൾ തിരഞ്ഞെടുത്തത്. ഒരു ദിവസം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു ദിവസം പട്ടിണി കിടക്കാൻ തങ്ങൾ ആഗ്രഹിച്ചു. ഭക്ഷണം കഴിക്കുന്ന ദിവസം അള്ളാഹുവിനെ സ്തുതിക്കാനും അടുത്ത ദിവസം ക്ഷമിക്കാനും ആ ഒരു ജീവിതമാണ് തങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഭാര്യമാരിങ്ങനെ ചോദിച്ചപ്പം അവരുടെ ചോദ്യത്തിൽ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നത് വഴി വേറേതായതുകൊണ്ട് തങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടായി. കുറച്ച് ദിവസങ്ങൾ തങ്ങൾ ഒന്നും മിണ്ടാതിരുന്നു. ശേഷം അള്ളാഹു തആല ആയത്തിറക്കാണ്, നബിയെ ഭാര്യമാരോട് പറയണം, അവർക്ക് വേണ്ടത് വിശാലതയാണെങ്കിൽ, സൗകര്യങ്ങളാണ്, ഭൗതികമായ കാര്യങ്ങളാണെങ്കിൽ വേണ്ടത് അവർക്ക് ചെയ്തു കൊടുക്കുകയും അവരവരുടെ വഴിയിൽ പോകട്ടെ. അള്ളാഹുവും റസൂലും ആഖിറവുമാണ് വേണ്ടതെങ്കിൽ അങ്ങയോടൊപ്പം നിൽക്കണം. കാരണം മറ്റു സ്ത്രീകളെ പോലെയല്ല, ഇവരുടെ നന്മകൾക്ക് ഇരട്ടി പ്രതിഫലമാണ്, തിന്മകൾക്ക് ഇരട്ടി ശിക്ഷയാണ്, ഇവരുടെ പദവി വളരെ വലുതാണ്. ഒരിക്കലും ബാക്കി സ്ത്രീകളെ പോലെയല്ല നബിയെ. യാ നിസാ അൻ നബിയെ ലസ്തുന്ന ക അഹദിൻ മിനൻ നിസാ. ഒരാളെ ഉപദേശിക്കുന്നതിൽ ഏറ്റവും നല്ല രീതിയാണത്. നിങ്ങളങ്ങനെ ചെയ്യരുത്, ഇന്നയാളുടെ മകൻ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ ബഹുമാനാണത്. അപ്പം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരെ നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയല്ല, നിങ്ങളിങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഭാര്യമാരും തിരഞ്ഞെടുത്തത്, അവരെല്ലാം ആഗ്രഹിച്ചത് അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം കഴിയാൻ തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടത് ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്ത ദുന്യ വസീനതഹ ഫതഅലൈന ഉമത്തിഅകുന്ന. ദുനിയാവിൻ്റെ അലങ്കാരങ്ങളാണെങ്കിൽ അത് തരാം, ആ വഴിയിൽ പോകാം. ഇനിയല്ല അള്ളാഹും റസൂലും ആഖിറവുമാണ് വേണ്ടതെങ്കിൽ ഇവിടെ കുറച്ച് പ്രയാസങ്ങളുണ്ടെങ്കിലും വമ്പിച്ച പ്രതിഫലം അള്ളാഹു ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ മാർഗ്ഗമാണ് വേണ്ടതെന്ന് ഭാര്യമാരെ തിരഞ്ഞെടുത്തു. അതിൽ രസകരമായ സംഗതിയൊക്കെ ഉണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ആദ്യം പറഞ്ഞപ്പോൾ ഞാനിതാ തിരഞ്ഞെടുത്തത്, പക്ഷേ വേറെ ആരോടും പറയേണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും നബിതങ്ങളോടൊപ്പം തന്നെ ഉണ്ട്, ബാക്കി ഭാര്യമാരോട് ഞാനിതാ തിരഞ്ഞെടുത്തതെന്ന് പറയേണ്ട എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവർ ഉദ്ദേശിക്കുന്ന അള്ളാഹു ആലം, ഇനി വേറെ ആരെങ്കിലും വേറെ മാർഗ്ഗമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലും അള്ളാഹു ആലം, എന്താണെങ്കിലും അവരങ്ങനെ സംസാരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസകരമായൊരു ഭാഗം. പിന്നെ ഇവിടെ നൽകുന്നൊരു ഉപദേശമുണ്ട്, നിങ്ങളുടെ വീട്ടിൽ പാരായണം ചെയ്യപ്പെടുന്ന ആയത്തുകളും അതുമായി ബന്ധപ്പെട്ട അറിവുകളും നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പം ഭാര്യമാർക്ക് പ്രത്യേക ഉപദേശം കൊടുക്കുകയാണ്, നിങ്ങൾ ബാക്കി സ്ത്രീകളെ പോലെയല്ല, നിങ്ങൾ ജാഹിലിയ കാലത്തുള്ളതുപോലെ സൗന്ദര്യ പ്രകടനം നടക്കരുത്, നിങ്ങൾ വീടുകളിൽ കഴിയണം. വീട്ടിൽ പാരായണം ചെയ്യപ്പെടുന്ന വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ, അള്ളാഹുവിൻ്റെ വചനങ്ങളും അതുമായി ബന്ധപ്പെട്ട അറിവുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം എന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ ഇൽമ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള അതും ഉപകാരപ്രദമായ ജീവിതത്തിന് മാറ്റമുണ്ടാക്കുന്ന മജ്ലിസുകൾ, ഹൽഖകൾ വീട്ടിൽ വേണമെന്നാണ് ഈ ആയത്തിൻ്റെ താല്പര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതോട് ചേർന്ന് പറയുന്ന കാര്യം കാണാം, അഹ്ലു ബൈത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടുകാരെ നിങ്ങളുടെ വീട്ടിൽ നിന്നും മാലിന്യങ്ങളൊക്കെ ദൂരീകരിക്കാനും നിങ്ങളെ പരിശുദ്ധപ്പെടുത്താനും അള്ളാഹു ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആ പരിശുദ്ധി നേടാൻ, മാലിന്യങ്ങൾ ഇല്ലാതാകാൻ ചെയ്യേണ്ട അമലുകളായിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഖുർആനിൽ വിശദീകരിച്ചിട്ടുള്ളത്. അടുത്ത സംഗതി, സൂറത്തുൽ അഹ്സാബിൽ ഹിജാബിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. 4 ആയത്തുകളാണ് ഹിജാബുമായി ബന്ധപ്പെട്ട് ഖുർആനിലുള്ളത്. ഒന്ന് സൂറത്തുൽ നൂറിലെ 31, 60, അഹ്സാബിൽ 53, 59. അപ്പോൾ 53-ാമത്തെ ആയത്തിലുള്ളൊരു സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിക്കാഹ് കഴിഞ്ഞ് വലീമ നടക്കുമ്പം സഹാബികൾക്കൊക്കെ വീട്ടിലേക്ക് ക്ഷണം കിട്ടി. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ ഇരുന്നു. സ്വാഭാവികമായിട്ടും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകണം എന്നുള്ളതാണ് അതിൻ്റെ നിയമം. അതായത് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ വേഗം ആതിഥേയനെ ഫ്രീ ആക്കി കൊടുക്കുക, അവർക്ക് ബാക്കി കാര്യങ്ങൾ ഒരുക്കാനുണ്ടാകും അല്ലെങ്കിൽ വിശ്രമിക്കാനുണ്ടാകും. നമ്മൾ അവിടെ തന്നെ ഇരുന്നാൽ അവർക്ക് പോകാൻ പറയാനും കഴിയില്ല, അവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടാകും. അപ്പോൾ സാധാരണ മര്യാദ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ പോകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ പറയാമെന്ന് കരുതുക, നിങ്ങളിവിടെ ഇരിക്കി എന്ന് പറയും, നമുക്ക് ഫീൽ ചെയ്യാണ് അവർ ശരിക്കും നമ്മളെ സൽക്കരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ പറയും കേട്ടോ, നിങ്ങളിവിടെ നിന്നാൽ നമുക്ക് സന്തോഷമാണ്, നിന്നില്ലെങ്കിൽ അതിനേക്കാൾ സന്തോഷമാണെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് വേറെ പ്രവൃത്തി എന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത് ഒഴിവാക്കി കൊടുക്കാനാണ് സ്ഥലം. ഇനിയെല്ലാം നിൽക്കാൻ അവർ
ക്ഷണിക്കുകയാണ്, നമുക്ക് മനസ്സിലത് ശരിക്കുള്ള ക്ഷണമാണ്, അങ്ങനെ നിൽക്കാമെന്നല്ലാതെ സാധാരണ രീതിയിൽ ഇതാ ചെയ്യേണ്ടത്. അപ്പോൾ അന്ന് സഹാബികൾ അവിടെ തന്നെ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലീമയ്ക്ക് ശേഷം ഭാര്യയോടൊപ്പം സമയം ചെലവഴിക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ തടസ്സമാകുന്ന രീതി വന്നപ്പം അള്ളാഹു തആല അറിയിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിലേക്ക് ക്ഷണം കിട്ടിയാലും നിങ്ങൾ വരണം, ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ പിരിഞ്ഞു പോകണം. അത് അള്ളാഹുവിൻ്റെ റസൂലിന് ബുദ്ധിമുട്ടാകും, അവിടെ തന്നെ ഇരുന്നാൽ സംസാരിച്ച് അവിടെ ഇരിക്കരുത്. അള്ളാഹുവിൻ്റെ റസൂലിന് പറയാൻ പ്രയാസം ഉണ്ടാകും, എന്നാൽ കാര്യങ്ങൾ വിശദീകരിച്ച് തരാൻ അള്ളാഹുവിനെ ലജ്ജിക്കേണ്ട ആവശ്യമില്ല എന്ന് തുടങ്ങുന്ന ആയത്ത് കാണാം, 53-ാമത്തെ ആയത്ത്. അപ്പം ഇങ്ങനൊരു സംഗതി നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചൊരു മര്യാദയാണ് വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. നിങ്ങൾ അവരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മറക്ക് പുറകിൽ നിന്ന് ചോദിക്കണം. അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മറക്ക് പുറകിൽ നിന്ന് ചോദിക്കണം. സംബോധിതർ സഹാബികളാണ്. അവിടെ ഇരിക്കുന്നത് അള്ളാഹു റസൂലിൻ്റെ ഭാര്യമാരാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. എന്നിട്ട് പോലും ഈ മര്യാദയാണ് പഠിപ്പിച്ചതെങ്കിൽ ബാക്കി സ്ത്രീകളോട് നമ്മൾ കാണിക്കേണ്ട മര്യാദ എന്തായിരിക്കും? നമ്മൾ സാധാരണ മനുഷ്യരാണ്, അപ്പുറത്തുള്ളതും സാധാരണ സ്ത്രീകളാണ്. എത്ര മര്യാദ കാണിക്കേണ്ടി വരും? ഇവിടെ സഹാബികളാണുള്ളത്, അള്ളാഹു റസൂലിൻ്റെ ഭാര്യമാരാണ് അപ്പുറത്തുള്ളത്. എന്നിട്ട് പറഞ്ഞത് വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, മറക്ക് പുറകിൽ. അപ്പം പുരുഷൻ്റെയും സ്ത്രീയുടെയും ഇടയിൽ ഹിജാബ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കാം. ഈ ആയത്ത് ഇറങ്ങുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കാണാം, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു, നബിയെ അങ്ങയുടെ ഭാര്യമാരെ എല്ലാവരും വന്ന് കാണുന്നു, അത് ശരിയായ ഒരു ഏർപ്പാടല്ലല്ലോ, ഒരു മറ സ്ഥാപിച്ചുകൂടെ? ഇത് കേട്ട സമയത്ത് ഭാര്യമാർക്ക് ദേഷ്യപ്പെട്ടു, എന്തിനാണ് നമ്മളെ കാര്യത്തിലേക്ക് ഇദ്ദേഹം ഇടപെടുന്നത്? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുവാഫഖാത്ത് എന്ന് പറയും. മുവാഫഖാത്ത് എന്ന് പറഞ്ഞാൽ ദീനിൽ ഇറങ്ങിയ വിധിവിലക്കുകൾ അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്ന വിധിവിലക്കുകൾ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാനസികാവസ്ഥ, അദ്ദേഹത്തിൻ്റെ ചിന്താഗതി, അദ്ദേഹം മനസ്സിലാക്കുന്ന രീതി ഇതിനോട് യോജിച്ച് വരികയാണ്. അത് ദീനും അവരുടെ ചിന്താരീതിയും തമ്മിൽ ഒന്നിച്ചു പോവാണ്. ദീനിൻ്റെ നിയമങ്ങൾ അവർക്ക് ബൈ നേച്ചർ, ബൈ ഡിഫോൾട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ളത്. ഇദ്ദേഹം പറയുന്നത് പോലെ തന്നെ പിന്നീട് നിയമം അവതരിച്ച ധാരാളം സംഭവങ്ങളുണ്ട്. അതിന് പറയുന്ന ഒരു പേരാണ് മുവാഫഖാത്ത് ഉമർ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിനോട് യോജിച്ച് വന്ന നിയമങ്ങൾ എന്നർത്ഥം. അപ്പോൾ ഇദ്ദേഹം ആദ്യമേ പറയുന്നുണ്ട്, നബി ഒരു മറ വേണം, ആ മറ വേണം എന്ന് ആയത്തിറങ്ങുകയും കൂടെ ചെയ്തു. അടുത്തത് 59-ാമത്തെ ആയത്താണ്. അതിൽ പറയുന്ന സംഗതി, നബിയെ തങ്ങളുടെ ഭാര്യമാരോട്, പെൺകുട്ടികളോട്, അതുപോലെ മുസ്ലിം സ്ത്രീകളോടും പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ ജിൽബാബുകളെ താഴ്ത്തിയിടാൻ. അപ്പോൾ ഇതിൻ്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുഖം മറക്കുന്ന രീതി തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം വഴി കാണാനും മറ്റുമൊക്കെ കണ്ണ് തുറക്കാൻ അനുവാദമുണ്ട്. അതല്ലാതെ ജിൽബാബ് കൊണ്ട് മുഖം മറച്ചുകൊണ്ട് തന്നെ പ്രമുഖരായ സഹാബികൾ, താബിഈങ്ങളൊക്കെ കാണിച്ചു കൊടുത്തത് ഈ തഫ്സീറിൽ കാണാൻ സാധിക്കും. അപ്പം ഖുർആൻ്റെ കൽപ്പനയാണ്, നിർദ്ദേശമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി വേണമെങ്കിൽ ചിലർക്കൊക്കെ സംശയങ്ങൾ ഉന്നയിക്കാം, തർക്കം ഉന്നയിക്കാം, നിർബന്ധമില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തോ ആ തെളിവെന്താണെന്ന് അവർ ഹാജരാക്കേണ്ടി വരും. ഖുർആൻ നിർദ്ദേശിച്ചതാണ്, അപ്പോൾ ആ നിർദ്ദേശം നിർബന്ധമല്ല എന്നുള്ളതിന് അവർ തെളിവ് കൊണ്ടുവരേണ്ടി വരും. അതല്ലാതെ ഖുർആൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് പറയാൻ കഴിയില്ല. കാരണം ഇവിടെ ഡബിൾ ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ലോക്ക് എന്താണെന്നറിയോ? ജിൽബാബ് താഴ്ത്തിയിടാൻ മാത്രം പറഞ്ഞാൽ ഇവർക്ക് വേറെ പലതും പറയാം. അത് മുഖമക്കനല്ല, മുഖത്തേക്ക് താഴ്ത്തിയിടലല്ല, മറിച്ച് കഴുത്തിൽ തുണി ചുറ്റാതെ കുപ്പായന്മാരിലേക്ക് താഴ്ത്തിയിടലാണ്. നമ്മൾ സൂറത്തുൻ നൂറിലെ ആയത്തിൽ പറഞ്ഞല്ലോ, 31-ാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ. വേണമെങ്കിൽ ആ രീതിയിലൊക്കെ വ്യാഖ്യാനിച്ച് പോകാം. പക്ഷെ ഇവിടെ ലോക്കുണ്ട്. കാരണം ജിൽബാബ് താഴ്ത്തിയിടാൻ പറഞ്ഞു, അത് അവരെ തിരിച്ചറിയപ്പെടാൻ സഹായിക്കും. ദാലിക അദ്ന അൻ യുറഫ്ന, അങ്ങനെ അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും. അപ്പോൾ 3 ഡോട്ടുകളുണ്ട്, അതിനെ കണക്ട് ചെയ്തേ പറ്റൂ. ഒന്ന് ജിൽബാബിനെ താഴ്ത്തിയിടണം. അപ്പോൾ അത് എന്താണ്, എവിടുന്ന് എങ്ങോട്ടാണെന്ന് അവർ പറയണം. അതിലൂടെ അവരെ തിരിച്ചറിയപ്പെടും. എന്താ തിരിച്ചറിയുക? ഒരു വ്യക്തി ആരാന്ന് തിരിച്ചറിയാനാണെങ്കിൽ ഒന്നും എങ്ങോട്ടും താഴ്ത്തിയിടേണ്ട ആവശ്യമില്ല, മറിച്ച് ഉയർത്തിയിടാണ് ചെയ്യേണ്ടത്. മുഖത്തേക്കൊന്നും താഴ്ത്തിയിടാതിരുന്നാൽ മതി. ആരാണെന്ന് തിരിച്ചറിയലാണെങ്കിൽ, അതല്ലല്ലോ ഇവിടുത്തെ ഉദ്ദേശം. അതുവഴി അവരെ ഉപദ്രവിക്കപ്പെടാതിരിക്കും. അപ്പോൾ ഈ 3 ഡോട്ടുകൾ നമ്മൾ കണക്ട് ചെയ്യാം. ജിൽബാബ് എന്ന് പറഞ്ഞാൽ മുഖമക്കന, അതിനെ മുഖത്തേക്ക് താഴ്ത്തിയിടണം. അതിലൂടെ പതിവൃതകളാണ് അല്ലെങ്കിൽ സ്വതന്ത്ര സ്ത്രീകളാണ് എന്ന് തിരിച്ചറിയപ്പെടും. പതിവൃതകളാണെന്നുള്ളൊരു വിവരണം, സ്വതന്ത്ര സ്ത്രീ 2ാമത്തെ വിവരണം. എന്നാൽ അത് തിരിച്ചറിയപ്പെടും. അതുവഴി അവർ ഉപദ്രവിക്കാതിരിക്കും. പതിവൃതകളാണ്, അവരുടെ അടുത്തേക്ക് പോകേണ്ടെന്നർത്ഥം. ഇനി സ്വതന്ത്ര സ്ത്രീകളാണെങ്കിൽ അവരെ അടുത്തേക്ക് പോലും ചോദിക്കാനും പറയാനും ആളുണ്ടെന്നർത്ഥം. അടിമ സ്ത്രീകളെ പോലും നിങ്ങൾ ഉപദ്രവിക്കരുതെന്ന് ഖുർആനിൽ വേറുണ്ട് കേട്ടോ. സൂറത്ത് നൂറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്, അവരെ മോശമായ പ്രവൃത്തികൾക്ക് പ്രേരിപ്പിക്കുന്നവർക്ക്, അത് വേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ജിൽബാബ് താഴ്ത്തിയിട്ടാൽ അവർ പതിവ്രതകളാണെന്ന് തിരിച്ചറിയപ്പെടും. അതുവഴി അവരെ ഉപദ്രവിക്കപ്പെടാതിരിക്കും. ഓക്കെ, ആരും ആ വഴിക്ക് പോകേണ്ട, അവർ പതിവ്രത സ്ത്രീയാണ്, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് അവരുടെ ഹിജാബും നിഖാബൊക്കെ തെളിയിക്കുന്നത്. ഇനി ഇതിനല്ല
എന്ന് മറിച്ച് വാദമുള്ളവർ തെളിയിക്കണം ഇതെങ്ങനെ ഈ 3 കാര്യങ്ങൾ കണക്ട് ചെയ്യും, എങ്ങോട്ട് താഴ്ത്തിയിട്ടാൽ എന്താണെന്നറിയാൻ പറ്റും, അതിലൂടെ എങ്ങനെ അവരെ ഉപദ്രവിക്കപ്പെടാതിരിക്കുന്നത് അവർ വിശദീകരിക്കണം. മുമ്പ് ക്ലബ് ഹൗസ് എന്ന് പറയുന്നൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സഹോദരി വന്ന് ഇങ്ങനെ വാദിക്കുകയാണ്, ഹിജാബ് ഇടാൻ ഖുർആനിൽ പറഞ്ഞിട്ടില്ല, നിഖാബ് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഒരു ആയത്ത് ഞാൻ ഓതിത്തരാം, അതിൽ 3 വിഷയങ്ങളുണ്ട്, നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് തരണം. ജിൽബാബ് താഴ്ത്തിയിടാൻ പറഞ്ഞു, അതിലൂടെ തിരിച്ചറിയപ്പെടും എന്ന് പറഞ്ഞു, അങ്ങനെ ഉപദ്രവിക്കപ്പെടാതിരിക്കും എന്ന് പറഞ്ഞു. എങ്ങോട്ട് താഴ്ത്തിയിട്ടാൽ എന്താണ് തിരിച്ചറിയുക, അതെങ്ങനെയാണ് അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കുന്നതിന് കാരണമാകുക എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരി പറഞ്ഞു അത് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിയിട്ടില്ലെന്ന്, അല്ല അത് ഇറങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്, എത്രയോ 1500 കൊല്ലമായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുദ്ദേശിക്കുന്ന ഏതോ ഒരു നിരീശ്വരവാദിൻ്റെ തഫ്സീറുണ്ട്, ഏതോ ഇസ്ലാമിൻ്റെ ശത്രുവായിട്ടുള്ള മുസ്ലിം പേരുള്ളൊരു മുസ്തഫ സാമി, അയാളുടെ ഏതോ ഖുർആൻ വ്യാഖ്യാനം എടുത്തറേ, അതിൻ്റെ വോളിൽ ഇറങ്ങിയിട്ടില്ലെന്നായി പറയുന്നത്. അപ്പോൾ എത്രത്തോളം ഇവർ പൗരോഹിത്യത്തിൻ്റെ അടിമകളെന്ന് വെച്ചാൽ ഒരു ആയത്തിൻ്റെ വിവരണം പറയണമെങ്കിൽ ആ വോളിൽ ഇനി ഇറങ്ങണം. 1500 കൊല്ലമായിട്ട് ആയത്ത് ഇറങ്ങിയതൊന്നും പോരാ, മൂപ്പരെ പുതിയ വോളിൽ ഇറങ്ങിയാലേ അതിൻ്റെ വിവരണം എന്താണെന്ന് കുഞ്ഞാടുകൾക്ക് മനസ്സിലാകൂ. ഇനി എന്തോ ആയിക്കോട്ടെ, ആ വിവരണം ഇറങ്ങുമ്പോൾ ഇവർ പറയണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് പറയണം ഈ 3 ഡോട്ടുകൾ എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളത്. അപ്പം ജിൽബാബ് താഴ്ത്തിയിടാൻ പറഞ്ഞ കൂട്ടത്തിൽ ദുർവ്യാഖ്യാനം വരാതിരിക്കാൻ 2 ലോക്ക് 2 സൈഡിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മുഖം മറക്കണം എന്ന് പറഞ്ഞേ പറ്റൂ. എന്നിട്ട് വേണമെങ്കിൽ അവർക്ക് പറയാം അത് ഫർളാക്കിയിട്ടില്ല, അത് നബി തങ്ങളുടെ ഭാര്യമാർക്ക് മാത്രം എന്തായാലും ഇവിടെ പറയാൻ കഴിയില്ല. കാരണം നബിയെ കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ, ഭാര്യമാരോട് പറയണം, പെൺമക്കളോട് പറയണം, മുസ്ലിം സ്ത്രീകളോട് പറയണം. ഇപ്പോൾ അതെന്തായാലും നടക്കില്ല. ഇനിയിപ്പോൾ എന്ത് പറയുന്നത് വെച്ചാൽ ഫർളല്ല എന്ന് പറയണം. അപ്പോൾ അതിന് തെളിവ് അവർ ഹാജരാക്കേണ്ട ഒരു കൽപ്പന വന്നു. കൽപ്പന സാധാരണ നിർബന്ധ കാര്യങ്ങൾക്ക് വരാം. ഈ കൽപ്പന നിർബന്ധത്തിനല്ല, ഐച്ഛികമാണ്. ഇത് വളണ്ടറി എന്നുള്ളത് അവർ തെളിയിക്കണം. എത്ര കാലമാണ് എടുത്ത് അവർ തെളിയിച്ചോട്ടെ. ഓക്കെ, നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. അടുത്തത് സൂറത്ത് സബ ആണ്. സബ ഒരു വിഭാഗക്കാരുടെ അള്ളാഹു ധാരാളം നിഅമത്തുകൾ അവർക്ക് നൽകിയിരുന്നു. അപ്പോൾ ആ നിഅമത്തുകൾ ഉപയോഗിച്ച് അവരോട് പറഞ്ഞു നിങ്ങളിത് ആസ്വദിച്ചോളൂ, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കൂ. നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ അള്ളാഹുവിനെ സ്തുതിക്കുക, അതിനുള്ള കടമകൾ പൂർത്തിയാക്കുക, സാധുക്കൾക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കുക, അത്രയും ചെയ്താൽ മതിയായിരുന്നു. അവരഹങ്കരിച്ചു. അവരാ പത്രാസ് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ആഗ്രഹിച്ചത് ജനങ്ങൾ കാണണം. അതായത് ജന്നത്താനി, 2 വിശാലമായ തോട്ടങ്ങൾ, ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ, നല്ലൊരു നാടും പൊറുക്കുന്ന റബ്ബും എല്ലാം ഉണ്ടായിട്ടും അവരോട് ജസ്റ്റ് നന്ദി കാണിക്കാനായി പറഞ്ഞു, ഇതെല്ലാം ആസ്വദിച്ചോളാൻ പറഞ്ഞു. അവർ നന്ദികേട് കാണിച്ചു, ജനങ്ങൾക്ക് പത്രാസുകൾ കാണിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. അള്ളാഹു തആല അവർ തന്നെ തയ്യാറാക്കി നിർത്തിയ സൈലൽ ആരിം, ഒരു കടുത്ത പ്രളയം എങ്ങനെ വന്നു? അവർ തന്നെ കെട്ടിയ ഡാം ഉണ്ടായിരുന്നു അവരുടെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി. അത് തകർന്ന് ആ പ്രളയത്തിൽ അവർ നശിച്ചുപോയി, അവർ ചിന്നിച്ചിതറിപ്പോയി. മസ്സഖ്നാഹും കുല്ല മുമസ്സഖ്, അവർ ചിന്നിച്ചിതറി പല ഭാഗത്തേക്ക് തെറിച്ചുപോയി ആ ഒരു ശിക്ഷ കാരണം. അപ്പോൾ ഇവിടെ പറയുന്നൊരു സംഗതി, സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ച ഡാമാണ്, അല്ലാതെ കടലിൽ വെള്ളം കയറിയതല്ല, മഴ പെയ്തതല്ല. അപ്പോൾ നമ്മൾ 2018 പ്രളയം ഈ സബകാരുടെ പ്രളയമായിട്ട് ചെറിയ സാമ്യമുണ്ട്. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച ഡാമിൽ നമ്മൾ തന്നെ വെള്ളം സംഭരിച്ചു വെച്ചു. നല്ല മഴ വരികയാണ്, പല സൂചനകളും കിട്ടി. കൃത്യമായിട്ട് കുറച്ചായിട്ട് തുറന്നു വിടുന്നതിന് പകരം അടുത്ത മാർച്ച് വരെ വെള്ളം ഉണ്ടാകണം എന്നുള്ള അത്യാർത്ഥി കൊണ്ട് വെള്ളം അവിടെ തന്നെ സൂക്ഷിച്ചു. പിന്നെ ഒരു സമയത്ത് എല്ലാം കൂടി തുറന്നു വിട്ടപ്പം ഒരുപക്ഷെ മഴയും ബാക്കി വെള്ളമൊക്കെ ഉണ്ടായിരിക്കാം. എന്താണെങ്കിലും ഈ തുറന്നു വിട്ടതാണ് ഈ പ്രളയത്തിൻ്റെ ആക്കം കൂട്ടിയത്. മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ് അതിൻ്റെ ഒരു 3/4 ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മുഴുവനെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ സബകാർക്ക് അള്ളാഹു നൽകിയ ശിക്ഷ സൈലുൽ ആരിം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള ഈ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഈ കുത്തൊഴുക്ക്, അവർ കെട്ടിയ ഒരു സദ് മഅരിബ് എന്ന് പറയുന്ന ഒരു വലിയ ഡാം, അവർക്ക് അവരുടെ ഉപകാരത്തിന് വേണ്ടി കെട്ടിയ ഡാം അവർക്ക് വിപത്തായി ശിക്ഷയായിട്ട് മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. അതുപോലെ നാളെ പരലോകത്ത് നേതാക്കളും അനുയായികളും തമ്മിൽ കലഹം ഉണ്ടാകും. ആരാരെ വഴിതെറ്റിച്ചോ ഇവരും തമ്മിൽ എന്തായാലും ഒരു ഭിന്നിപ്പുണ്ടാകും. സ്വർഗവാസികൾ തമ്മിൽ തർക്കമില്ല, അവിടെ വെറും സലാം മാത്രം, സന്തോഷം മാത്രം. ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഉൾപ്പോരുപോൽ അള്ളാഹു മാറ്റിക്കളയും. നരകത്തിൽ ആ ശിക്ഷകളുടെ കൂട്ടത്തിലുള്ളൊരു സംഗതിയാണ് ഭയങ്കര തർക്കമായിരിക്കും നരകത്തിൽ. ഇന്ന ദാലിക ലഹഖുൻ തഖാസുമു അഹ്ലിന്നാർ, നരകവാസികളുടെ തർക്കം ഹക്കായ കാര്യമാണ്. അപ്പോൾ പല തർക്കങ്ങൾ നടക്കും. അപ്പോൾ നേതാക്കൾ അനുയായികൾ നേതാക്കളോട് പറയും നിങ്ങളെന്തിനാണ് ഞങ്ങളെ വഴിതെറ്റിച്ചത്? നേതാക്കൾ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, നിങ്ങൾക്ക് ചിന്തിച്ചാൽ പോരായിരുന്നു. അവർ പറഞ്ഞില്ല, നിങ്ങൾ രാവും പകലും ഗൂഢാലോചന നടത്തിയിട്ട് ഞങ്ങളെ തെറ്റിച്ച് കളഞ്ഞതാണെന്ന് അവർ പറയും. അപ്പം ആരെയാണോ വഴിതെറ്റിക്കുന്നത്, ഭാര്യയുടെ ദീനീ ജീവിതത്തിന് ഭർത്താവ് തടസ്സമായിട്ട് വന്നാൽ, ഭർത്താവിന് ദീനീ ജീവിതത്തിന് ഭാര്യ തടസ്സമായിട്ട് വന്നാൽ, ഇനി മക്കൾ വഴിതെറ്റിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും മാതാപിതാക്കൾ ചെയ്തു കൊടുത്തു എന്ന് കരുതുക. അവർ നിക്കാബിടാൻ ആഗ്രഹിക്കും, പറയാണ് മോൾ ചെറിയ കുട്ടിയല്ലേ, എന്നിട്ട് ജീവിതകാലത്തേക്കുള്ള അവരുടെ പർദ്ദ ഇല്ലാതാക്കി. ഇങ്ങനെയൊക്കെ മാതാപിതാക്കൾ ചെയ്യുന്ന സാഹചര്യം വന്നാൽ ഇവർ നാളെ മറുപടി പറയേണ്ടി വരും, എന്തുകൊണ്ട് തെറ്റിച്ചു എന്നുള്ളതിന്.
ഇനി സബഅക്കാരുടെ സംഭവത്തിൻ്റെ കൂട്ടത്തിൽ ഇവിടെ വളരെ സന്തോഷകരമായ ഒരു കാര്യം പറയുന്നുണ്ട്. കാരണം അള്ളാഹു പറയാണ്, ഏത് നാട്ടിൽ ഒരു റസൂലിനെ അയച്ചാലും അവിടുത്തെ ആഡംബര പ്രിയർ പറയും, ഞങ്ങൾക്ക് അള്ളാഹു ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട്, ഞങ്ങളങ്ങ് ജീവിച്ച് പോയിക്കോളും. അപ്പം നഹ്നു അക്സറു അംവാലൻ വ ഔലാദൻ. അപ്പോൾ ഈ സമ്പത്തും ഈ സന്താനങ്ങളൊക്കെ എന്തോ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഇവർ കാണണം, അതിലൂടെ രക്ഷപ്പെടാമെന്ന് ഇവർ കരുതാണ്. എന്നാൽ ഒരിക്കലും ദീനില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, സമ്പത്തും സന്താനങ്ങളൊക്കെ അള്ളാഹുലേക്ക് അടുപ്പിക്കും ഈമാനുള്ളവർക്ക്. വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലത്തി തുഖർരിബുക്കും ഇൻദനാ സുൽഫ ഇല്ലാ മൻ ആമന വ അമില സ്വാലിഹ. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നമ്മുടെ സാമീപ്യം നിങ്ങൾക്ക് നേടിത്തരികയില്ല ഈമാനും അമലുമുള്ളവർക്കൊഴികെ. ഈമാനും അമലുമുള്ളവർക്ക് അവരുടെ സമ്പത്തും അവരുടെ സന്താനങ്ങളൊക്കെ അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയാണ്. ഇപ്പോൾ ഒരു മുന്തിയ കാറ് വാങ്ങിയെന്ന് കരുതുക, നല്ല സൗകര്യത്തിന് വേണ്ടി ഏറ്റവും നല്ലൊരു കാർ തന്നെ വാങ്ങിയെന്ന് കരുതുക, നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി, പത്രാസിനല്ല, ആളുകളെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല, നിങ്ങളുടെ സൗകര്യത്തിന്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് അള്ളാഹുവിന് നന്ദി ചെയ്യാണ്, ബാക്കിയുള്ളവരുടെ വിനയം കാണിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കാരണവരോ എളാമയോ മൂത്തമ്മയോ വാഹനം ഇല്ലാത്ത അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോയവരുണ്ട്. നിങ്ങളൊരു വഴിയിൽ പോകുമ്പം അവരെയും കൂടെ കൂട്ടത്തിൽ കൂട്ടുകയാണെങ്കിൽ ഈ കാറ് നിങ്ങൾക്ക് അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയാണ്. ആ കാറ് നിങ്ങൾക്ക് ഭൗതികമായ സൗകര്യമാണ്, അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ദറജ വർദ്ധിപ്പിച്ചിരുന്ന കാര്യമാണ്. നമ്മുടെ വീട്, വാഹനം, നമ്മുടെ സൗകര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളെ അടുപ്പിക്കാൻ, നമ്മുടെ കുടുംബക്കാരെ സ്വീകരിക്കാൻ, അവർക്ക് സൗകര്യം ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അത് അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയാണ്. അപ്പോൾ സബഅക്കാരോട് പറഞ്ഞിരുന്നു ഇത്രയും വലിയ സൗകര്യങ്ങൾ കൊടുത്തപ്പോൾ നിങ്ങളൊന്ന് നന്ദി ചെയ്യും. അവർ ചെയ്തില്ല. നമുക്ക് അള്ളാഹു തന്നിരിക്കുന്ന സൗകര്യങ്ങൾ നന്ദി ചെയ്തുകൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗ്ഗമാണ്. ശേഷം സൂറത്ത് ഫാത്തിർ, അള്ളാഹു മനുഷ്യൻ്റെ നിസ്സാരത പറയാണ്. എല്ലാ മനുഷ്യരും അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ്. നിങ്ങൾ ഭൗതികമായിട്ട് നോക്കിയാലും അഭൗതികമായിട്ട് നോക്കിയാലും, അത് അഭൗതികമായ രീതിയിലുള്ള സിദ്ധന്മാരാണെങ്കിലും ഇനി ഭൗതികമായ രീതിയിലുള്ളവരാണെങ്കിലും എല്ലാവരും അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ്. അവരൊക്കെ മിസ്കീന്മാരാണ്, ഫക്കീർമാരാണ്. അപ്പം നമ്മൾ തിരേണ്ടത് അള്ളാഹുലേക്കാണ്. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ മാറ്റിക്കളയും, എന്നിട്ട് അള്ളാഹു വേറെ ആളുകളെ കൊണ്ടുവരും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ദീനിന് വേണ്ടി ചെയ്തത് കൂടിപ്പോയി എന്ന് ആരും കരുതരുത്. നമ്മളിപ്പോൾ കുറേ ചിലവാക്കി, ഇനി ബാക്കിയുള്ളവർ ചിലവാക്കട്ടെ, അങ്ങനെയൊന്നും ഒരിക്കലും കരുതരുത്. അള്ളാഹു തന്ന ചാൻസാണ്, വേണമെങ്കിൽ കുറച്ചും കൂടെ ചെയ്യാൻ നോക്കിക്കോ, അല്ലെങ്കിൽ അള്ളാഹു മാറ്റിയിട്ട് അടുത്ത ആളുകളെ കൊണ്ടുവരും. ഒരിക്കലും ദീനിന് വേണ്ടി ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഖിദ്മത്ത് ചെയ്യാൻ അവസരം കിട്ടി, ഖുർആൻ ഓതാൻ കിട്ടി, ഇനി അടുത്ത റമളാൻ മുതൽ ഞാൻ തറാവീഹിന് നിൽക്കുന്നില്ല, ഇനി അടുത്ത കൊല്ലം മുതൽ ക്ലാസ് വേണ്ട, കുറച്ച് നിങ്ങൾ ഫ്രീ ആകാം എന്നൊക്കെ കരുതിയാൽ ഒരാവശ്യവും പടച്ചോനെ നമ്മളിലേക്കില്ല. അള്ളാഹു മാറ്റിക്കളയും, അടുത്ത ആളുകൾ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ സാധാരണ അറബികൾ പറയാനുള്ളൊരു ദുആയാണ്, അള്ളാഹു ഞങ്ങളെ നീ ഉപയോഗപ്പെടുത്തണം, ഇസ്താമിൽന വലാ തസ്തബ്ദിൽന. ഇതൊരു സാധാരണ ഒരു നാടൻ ദുആ എന്ന് വേണമെങ്കിൽ പറയാം. അള്ളാഹു ഞങ്ങളെ നീ ഉപയോഗപ്പെടുത്തണം, ഞങ്ങൾക്ക് നീ പകരക്കാരെ കൊണ്ടുവരരുത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കണം. രണ്ടാമത്തേത് ഇൽമിൻ്റെ ഫളായിൽ പല രീതിയിൽ പറഞ്ഞു. അള്ളാഹുവിനെ പേടിക്കുന്നവർ ആലിമ്യങ്ങളാണെന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ കാണാം. ആലിമ്യങ്ങൾ 3 തരക്കാരാണ്. ഒന്ന് സാബിഖും ബിൽ ഖൈറാത്ത്, നന്മകളിലേക്ക് പറന്നു പോകുന്നവർ. വമിൻഹും മുഖത്തസിദ്, 2 ആവറേജുകാരാണ്. മൂന്നാമതൊരു വിഭാഗമുണ്ട് വാലിമുലി നഫ്സി, സ്വന്തത്തോട് അതിക്രമം ചെയ്യുന്നവർ, അമലില്ലാതെ ആയിപ്പോകുന്നവർ, ദീനിന് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നവർ. അള്ളാഹുത്തിൽ ആ വർഗ്ഗത്തിൽ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ നന്മകളിലേക്ക് പറക്കുന്നവരുണ്ട് ആലിമ്യങ്ങളുടെ കൂട്ടത്തിൽ. പിന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലുള്ള വൈവിധ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ ചിന്തിക്കുന്ന ഇൽമുള്ളവർ, ചിന്തിച്ച് അള്ളാഹുവിലേക്ക് എത്തുന്നവരെ കുറിച്ച് പറയാണ്. അവർ അള്ളാഹുവിനെ ശരിയായ രീതിയിൽ ഭയപ്പെടും, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കാരം ശരിയായി നിർവഹിക്കുകയും നാം നൽകിയതിന് ചെലവഴിക്കുകയും ചെയ്യുന്നവർ, അവർക്ക് ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണുള്ളത്. അവർ ഈ പറഞ്ഞ ഉയർന്ന ദർജയിൽ പോകുന്ന ഇൽമുള്ള ആളുകൾ, അമൽ ചെയ്യുന്നവർ, അവർക്ക് നൽകുന്ന നിഅമത്തുകൾ അല്ലാഹു തആല ഇതിനോടൊപ്പം ചേർത്ത് വിവരിക്കുന്നുണ്ട്. പിന്നെ അവസാനം സൂറത്ത് യാസീൻ്റെ തുടക്ക ഭാഗമുണ്ട്, ഇൻഷാ അല്ലാഹ്. അത് മുഴുവനായിട്ട് തന്നെ അടുത്ത ജുസിൻ്റെ കൂടെ വിവരിക്കാം. അല്ലാഹു തആല ഖുർആനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് തരട്ടെ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.